സ്കൂളിലെ ഓണപ്പരീക്ഷ മാറ്റിവെക്കുമോ നീട്ടിവെക്കുമോ അല്ലെങ്കിൽ പാഠഭാഗങ്ങൾ കുറയ്ക്കുമോ എന്നൊക്കെ സംശയമുള്ള കുട്ടികൾക്ക് വളരെ കൃത്യമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇന്നത്തെ പത്രവാർത്തയിലൂടെ നിങ്ങൾക്ക് മറുപടി തന്നിരിക്കുകയാണ്. വളരെ കൃത്യമായി ഇത് വായിക്കേണ്ടതുണ്ട്. സ്കൂളിലെ ഓണപ്പരീക്ഷയ്ക്ക് മാറ്റമില്ല. അതായത് ഹൈസ്കൂൾ പരീക്ഷ 13-ാം തീയതിയും ഹയർ സെക്കൻഡറി പരീക്ഷ 14-ാം തീയതിയും തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം കൂടിയുണ്ട്, ഓഗസ്റ്റ് 17-ാം തീയതി ഉണ്ടായിരുന്ന ഹയർ സെക്കൻഡറി ഇപ്പോൾ എടുത്തിട്ട് നേരെ 14-ലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ ഒരു മാറ്റങ്ങളാണ്. അതും ബയോളജിയൊക്കെയാണ് അത് ബാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കറക്റ്റ് വായിക്കുന്ന സമയത്ത് പൊതുവിദ്യാലയങ്ങളിലെ 1-ാം പാദവാർഷികയായ ഓണപ്പരീക്ഷയ്ക്ക് മാറ്റമില്ല. എന്നാൽ ഹൈസ്കൂളിലെ പരീക്ഷാ ടൈം ടേബിൾ പുതുക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായിരുന്നു നമ്മൾ ഇന്നലെ ഒരു ആഹ്ലാദവും ആശ്വാസമൊക്കെ നമുക്ക് ലഭിച്ചു. പക്ഷേ പിന്നീട് ആ റീഷെഡ്യൂൾ ചെയ്ത ടൈം ടേബിൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്ട്രെസ്സാക്കിയ ടൈം ടേബിളാണ് തന്നത്. നമ്മൾ വിചാരിച്ചത് ഈ മഴയുടെ അവധിയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കുട്ടികൾക്ക് ആശ്വാസകരമായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നാൽ പത്രത്തിൽ കൃത്യമായിട്ട് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് 8-9 ക്ലാസ്സുകളിലെ പരീക്ഷകൾ ഒരേ ദിവസം നടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈം ടേബിൾ പുതുക്കിയത്. അല്ലാതെ കുട്ടികളുടെ സങ്കടം കണ്ടിട്ടോ കേരളത്തിലെ മഴക്കെടുതി കണ്ടിട്ടോ കാലപ്രളയം കണ്ടിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക കാലവർഷം കണ്ടിട്ടോ മഴ കഠിനമായി പെയ്യുന്നത് കൊണ്ടോ ഒന്നുമല്ല. ടൈം ടേബിൾ നേരത്തെ ഇറക്കിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആ മിസ്റ്റേക്ക് തിരുത്തി ഇപ്പോൾ പുനഃപ്രസിദ്ധീകരിച്ചു എന്ന് മാത്രം. അപ്പോൾ കുട്ടികളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാക്കുന്ന ഓണപ്പരീക്ഷയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പോലും നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നൽകാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായ കാര്യം കൂടി ഇതിലുണ്ട്. റെഡി. അതായത് നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം തന്നെ 13-ന് തുടങ്ങി 20-ന് ഈ പരീക്ഷ അവസാനിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ 8-ാം ക്ലാസ്സിന് മാത്രം 21-ന് രാവിലെ കൂടി പരീക്ഷയുണ്ട്. ഓണത്തിൻ്റെ അവധിയായിട്ടോ അല്ലെ ഓണപരിപാടികളായിട്ട് സ്കൂൾ നടത്തണമെന്ന് പറഞ്ഞ ഡേറ്റാണ് ഓഗസ്റ്റ് 21. ആ 21-ന് ഉച്ചവരെ 8-ാം ക്ലാസ്സിലെ കുട്ടി പരീക്ഷ എഴുതണം. എന്നിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് പോയി ഫുഡ് കഴിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. ബാക്കി 9-ലെയും 10-ലെയും കുട്ടികൾ അവിടെ ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പുലിക്കളി അതൊക്കെ നടക്കുന്ന സമയത്ത് 8-ലെ മക്കൾ ഉച്ചവരെ പരീക്ഷ ചെയ്താണ്. അതാണ് അവസ്ഥ. ഓക്കെ. അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടിയും മഴക്കെടുതിയും മൂലം പാഠഭാഗങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കാത്തതിനാൽ പരീക്ഷ മാറ്റിവെക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു. MS സൊല്യൂഷൻസിനാണ് ഇതിനെതിരെ ആദ്യമായി പ്രതികരിച്ചത്. മറ്റൊരാളും കൂടുതൽ അതിനെ ഫോക്കസ് ചെയ്യുക പോലും ചെയ്തിട്ടില്ല. MS സൊല്യൂഷൻസിലെ എൻറ്റയർ ഫാക്കൽറ്റീസും ഇതിനെതിരെ, അതായത് മഴക്കെടുതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല കുട്ടികളും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. ആ ക്യാമ്പുകൾ ചില സ്കൂളുകളാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള പരീക്ഷ മാറ്റിവെക്കുകയോ അല്ലെ പാഠഭാഗങ്ങൾ കുറയ്ക്കുകയോ ചെയ്യണമെന്ന തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് എടുക്കണമെന്ന് കുട്ടികളിലേക്ക് ഓൺ ടൈമിനെത്തിച്ച ചാനലാണ് MS സൊല്യൂഷൻസ്. എന്നാൽ ആ ആവശ്യം ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ട്, വിദ്യാഭ്യാസ വകുപ്പ് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ യോഗം ചേർന്നത്. എന്നാൽ പരീക്ഷ മാറ്റിവെച്ചാൽ, നോട്ട് ദ പോയിന്റ്, നമ്മുടെ സർക്കാരിന് പറയാനുള്ളത് കേൾക്കണേ, പരീക്ഷ മാറ്റിവെച്ചാൽ 2-ാം പാദത്തിലെ അധ്യയനത്തെ ബാധിക്കുമെന്ന അഭിപ്രായമാണ് അവിടെ അധ്യാപകത്തിൻ്റെ QIP യോഗത്തിൽ ഇരുന്ന അധ്യാപകർ പറഞ്ഞത്. അതായത് പരീക്ഷ നിങ്ങൾ ഓണാവധിക്ക് ശേഷം വെച്ച് കഴിഞ്ഞാൽ അവിടെ കായിക പ്രവൃത്തി പരിചയമേളകൾ ഉൾപ്പെട്ടത് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. അതുകൊണ്ട് 1-ാം വർഷത്തെ പരീക്ഷ ഓണത്തിന് ശേഷം നടത്തിയാൽ കൂടുതൽ പ്രതിസന്ധിയാകുമെന്നാണ് യോഗം ഫൈനലി വിലയിരുത്തിയത്. ഓഗസ്റ്റ് 31 വരെയുള്ള പാഠഭാഗങ്ങളാണ് പഠിപ്പിച്ചു തീർക്കേണ്ടിയിരുന്നത്. എന്നാൽ സെൻസസ് ഡ്യൂട്ടിയും മഴക്കെടുതിയും മൂലം ക്ലാസ്സുകൾ മുടങ്ങിയതിനാൽ ഇത് സാധിച്ചില്ല. അതിനാൽ നോട്ട് ദ പോയിന്റ്, MS സൊല്യൂഷൻസിൻ്റെ ജൈത്രയാത്ര അവസാനിപ്പിച്ചത് ഈ ഒരൊറ്റ വാക്കിലാണ്. അതായത് ഓഗസ്റ്റ് 10 വരെയുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി ചോദ്യപേപ്പർ ക്രമീകരിക്കാനും തീരുമാനിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് മാറ്റമില്ല. ഓക്കെ. അപ്പോൾ ഹയർ സെക്കൻഡറി കുട്ടികൾ എന്ത് ചെയ്യണം? പരീക്ഷകളിൽ വളരെ കൃത്യമായിട്ട് എവിടം വരെയാണോ നേരത്തെ ഓണത്തിൻ്റെ പാദവാർഷിക പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് അവിടം വരെ പഠിക്കണം. കാരണം അവർക്ക് ഓൾറെഡി ശനിയും ഞായറും ലീവാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ എക്സ്ട്രാ ടൈം ഓൾറെഡി അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പരീക്ഷ ഹയർ സെക്കൻഡറിയെ ബാധിക്കുന്നില്ല. മാത്രമല്ല ഓണപരീക്ഷയ്ക്ക് ശേഷം ഹയർ സെക്കൻഡറി പരീക്ഷ വെച്ചാൽ ഇംപ്രൂവ്മെൻ്റ് അടക്കം ഈ വർഷം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നടക്കാനുണ്ട്. അതിനെയൊക്കെ ബാധിക്കും. സ്വാഭാവികമായിട്ടും അധ്യാപകർക്ക് ഓവർ ഡ്യൂട്ടി വരും. ആ ഒറ്റ കാരണം കൊണ്ടാണ് പരീക്ഷ നേരത്തെ പറഞ്ഞ അതേ ടൈമിൽ നടത്തുന്നത്. എന്നാൽ ഇവിടെ ഓഗസ്റ്റ് 10 വരെയുള്ള പോർഷൻസാണ് കവർ ചെയ്യേണ്ടി വരിക എന്ന് പറയപ്പെടുമ്പോൾ നേരത്തെ ടൈം ടേബിൾ ഇറങ്ങിയിട്ടുണ്ട്. ടൈം ടേബിൾ ഇറങ്ങിയിട്ട് 1 മാസമായിട്ടുണ്ട്.
അപ്പോഴേ അറിയാം എന്ത് ഓഗസ്റ്റ് 13 തീയതിയാണ് പരീക്ഷ എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി പരീക്ഷാ പേപ്പർ തയ്യാറാക്കി വെച്ചത് ഓഗസ്റ്റ് 10 വരെയുള്ള സിലബസ് തന്നെയാണ്. പിന്നെ ഓഗസ്റ്റ് 10 വരെയുള്ള സിലബസ് ടീച്ചേഴ്സ് തീർത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മഴക്കെടുതി കാരണം 6 ദിവസം നിങ്ങൾ നഷ്ടപ്പെട്ടു. അധിക പ്രവൃത്തി ദിവസങ്ങളിലൂടെയും ചില ദിവസങ്ങൾ നമുക്ക് ഹോളിഡേ ആയിട്ട് മാറി. കഴിഞ്ഞ ശനിയാഴ്ച സ്കൂള് സ്പെഷ്യൽ ക്ലാസ് വെക്കേണ്ടിയിരുന്നു, അന്ന് മഴ കാരണം അവധിയായി. ഈ ശനിയാഴ്ചയും കോഴിക്കോട് ജില്ലയിലും വയനാട് ജില്ലയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലും അവധിയാണ്. അപ്പോൾ ഇത്രമേൽ അവധികൾ വന്നു കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് സെൻസസ് ഡ്യൂട്ടിക്ക് അടക്കം പോയ ടീച്ചേഴ്സിന് അവധികൾ നഷ്ടപ്പെട്ടുമ്പോൾ അവരുടെ കംപ്ലീറ്റ് പോർഷൻസും കവർ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം നിലവിൽ ഞാൻ ചില ടീച്ചേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മറ്റന്നാൾ തിങ്കളാഴ്ച ഇവിടം വരെയാണോ സ്കൂളിൽ എടുക്കുന്നത്, അവിടം വരെ കുട്ടികൾ പഠിച്ചാൽ മതി. പരീക്ഷാ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള ചോദ്യങ്ങൾ കുട്ടികൾ എഴുതേണ്ടി വരില്ല. അതിന് പകരം അവർക്ക് ചോദ്യങ്ങൾ മാറ്റി നൽകും. അത് സ്കൂളുകാർക്ക് അതിനുള്ള അധികാരമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വരുന്ന മറ്റന്നാൾ തിങ്കളാഴ്ച വരെ എവിടം വരെയാണോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അവിടം വരെ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. റെഡി? എന്തായാലും കുട്ടികളോട് നേരത്തെ പറയേണ്ടിയിരുന്നു ഇതുവരെ പഠിക്കണമെന്ന്, അല്ലെ ഇത്ര സ്ഥലം വരെ പഠിച്ചാൽ മതി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ള നല്ല കോൺഫിഡൻസിലുള്ളൊരു പഠനം അവർക്ക് കിട്ടുമായിരുന്നു. തീർച്ചയായിട്ടും ഈ ടൈം ടേബിളുമായി ബന്ധപ്പെട്ട് എം.എസിൻ്റെ കുട്ടികളും സാറ്റിസ്ഫൈഡ് അല്ല. അതിനേക്കാൾ അപ്പുറത്തേക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഈ ഒരു കാലവർഷക്കെടുതിയെ അംഗീകരിച്ചില്ല എന്ന് കേൾക്കുമ്പോൾ സങ്കടമുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളെന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയെ ചെന്ന് കാണും, നിവേദനം കൊടുക്കും, അതിനൊരു മറുപടി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഒരുപാട് കുട്ടികൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, SSLCയുടെയും +1 +2ൻ്റെയൊക്കെ മോഡ്യൂൾ ബുക്ക് എവിടെയാണ് സാർ? ഞാനിപ്പോൾ PDF ആയിരുന്നു കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. നിലവിൽ ബുക്കായിട്ട് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരാം. മഴ കാരണമുള്ള പ്രശ്നങ്ങളൊക്കെ പോസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. നിലവിൽ ബുക്കും വിത്തിൻ 3 days നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും. 499 ആണ് SSLCയുടെ ബുക്ക് വരുന്നത്. 499 രൂപക്ക് നിങ്ങളുടെ ബുക്ക് വീട്ടിലെത്തിയിരിക്കും. സോ എത്രയും പെട്ടെന്ന് ഞാനിവിടെ തരുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക. 73 56 16 54 71 അല്ലെങ്കിൽ നമ്മുടെ IVR നമ്പറായ 7902 400 800 ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ട് മെറ്റീരിയൽ ചോദിക്കുക. മെറ്റീരിയൽ ഏതൊക്കെ ക്ലാസ് ഉണ്ടെന്ന് അറിയോ? 9 ഉണ്ട്, 10 ഉണ്ട്, +1 ഉണ്ട്, +2 ഉണ്ട് കേട്ടോ. ഈ 4 ക്ലാസ്സിൻ്റെയും മെറ്റീരിയൽ അവൈലബിൾ ആണ്. സോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഓണപ്പരീക്ഷയുടെ ടൈം ടേബിൾ നിങ്ങൾക്ക് ഓക്കെയാണോ, ഓണപ്പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ച് എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. സോ വീണ്ടും കാണാം. ഇസ്മി MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.